മത്സ്യപ്രേമികളായിട്ടുള്ള മലയാളികൾ എവിടെ മീൻ കണ്ടാലും ഒന്ന് നിന്ന് നോക്കും. അപ്പോൾ ഇതാ ഞങ്ങളുടെ മുമ്പ് കൂടെ വന്നിരിക്കുന്ന മീൻകാരൻ ചേട്ടനെ പിടിച്ചു നിർത്തി, എന്താണ് ചേട്ടാ മീൻ എന്ന് ചോദിച്ചപ്പോൾ, ഇന്ന് വെറൈറ്റി ഒരു മീനാണ് ഈ ചേട്ടൻ കച്ചവടം നടത്തുന്നത്. നമുക്ക് കണ്ടാലറിയാം ഇത് കാരിമീനാണ്. അത് മീൻ വിഴുങ്ങുക എന്ന് പറയോ? അത് വേറെ എന്തോ മറ്റേ ആയുർവേദ മീനത്. സാധാരണ നമ്മുടെ സ്ഥലത്തൊക്കെ എത്തുന്ന മീൻ കച്ചവടക്കാർ ഇത്തരത്തിൽ കാരി മത്സ്യമൊന്നും കൊണ്ടുവരുന്നത് ഞങ്ങൾ കാണാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊരു കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. കാരി മത്സ്യം എന്നത് മലയാളത്തിൽ സാധാരണയായി പറയുന്നത് കറുത്ത നിറമുള്ള മത്സ്യം, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇവയെ പറയുന്നത് ചില മത്സ്യം എന്നൊക്കെയാണ്. ഇത് കറി വയ്ക്കാനും വറുക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു. അതായത് ഓരോ ജില്ലയിലും ഇതിൻ്റെ പേര് വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരത്തും ഈ മത്സ്യത്തിൻ്റെ പേരെന്താണ് എന്നായിരുന്നു നമ്മുടെ അടുത്ത് ഈ മീൻകാരൻ ചേട്ടൻ തിരികെ ചോദിച്ചത്. തൂമ്പ് അതിൽ നിന്ന് ചാഴി വരും, ഒരു കൊട്ട പോലത്തെ കൂട് വരും. തൊലി ഇരിച്ചിട്ട് ഇത് കറി വെച്ചാൽ ഇത് കൂടുതലും ഷാപ്പിൽ മാത്രമല്ല, ഇത് നല്ല മരുന്നാണ്. ഇത് കറി വയ്ക്കാനും വറുക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു. ഈ കാരിമീൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധജലത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു മത്സ്യം തന്നെയാണിത്. ഇതിനെ ഫോസിൽ കാറ്റ് ഫിഷ് എന്നും വിളിക്കാറുണ്ട്. കാരിമീനിന് നീണ്ടതും നേരിയതുമായ ശരീരമാണുള്ളത്. സാധാരണയായി ഇരുണ്ട തവിട്ട് നിറത്തിലോ അല്ലെങ്കിൽ കറുത്ത നിറത്തിലോ ഒക്കെ തന്നെയാണ് ഇത് കാണപ്പെടുന്നത്. പരന്ന തലയും വായ്ക്ക് ചുറ്റും നീണ്ട മീശകളുമൊക്കെ ഇവയ്ക്കുണ്ട്. ചെളി നിറഞ്ഞ വെള്ളത്തിൽ ഭക്ഷണം കണ്ടെത്താൻ ഈ മീശകളാണ് ഇവയെ സഹായിക്കുന്നത്. ഇനി ഇതിൻ്റെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലെ കുളങ്ങൾ, തോടുകൾ, പാടങ്ങൾ, ചതുപ്പുകൾ, ചാലുകൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ കാരിമീനിനെ ധാരാളമായി തന്നെ കാണാൻ പറ്റും. നമ്മളോട് മീൻകാരൻ ചേട്ടൻ പറഞ്ഞതും ഇതിനെ ഒരു ചാലിൽ നിന്ന് കിട്ടിയതാണ് എന്ന് തന്നെയാണ്. വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കുറവാണെങ്കിൽ പോലും അതിജീവിക്കാൻ ഇവയ്ക്ക് ഏറെ കഴിവുണ്ട്. കാരണം വായു ശ്വസിക്കാൻ സഹായിക്കുന്ന പ്രത്യേക ശ്വാസ അവയവങ്ങൾ ഇവയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഇവയെ ചിലപ്പോൾ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്താലും കുറച്ചു നേരം ഇവ ജീവനോടെ തന്നെ ഇഴഞ്ഞു നീങ്ങാനൊക്കെ സാധിക്കുന്നത്. അതായത് ഇതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ ആഫ്രിക്കൻ മൂഷിയേക്കാൾ ചെറുതാണ് നമ്മുടെ കാരിമീൻ. സാധാരണയായി 30-40 സെൻറ്റിമീറ്റർ വരെയാണ് ഇവയുടെ വലിപ്പം. ഇതിൻ്റെ പ്രധാന പ്രത്യേകത അതിൻ്റെ വാരിയെല്ലുകളിലെ മൂർച്ചയുള്ള മുള്ളുകളാണ്. ഇവയെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ മുള്ളുകൾ തറച്ചു കയറുകയും വേദന ഉണ്ടാവുകയും ചെയ്യും. ഈ മുള്ളുകളിൽ നേരിയ വിഷാംശം അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കടുത്ത വേദനയും നീർക്കെട്ടുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവയെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചെറു പ്രാണികൾ, ലാർവകൾ, പുഴുക്കൾ, ചത്ത ജൈവ വസ്തുക്കൾ എന്നിവയൊക്കെ തന്നെ ഈ കാരിമീനിൻ്റെ ആഹാരവുമാണ്. ഇതിന് എത്ര? 350 ഒരു കിലോ 350. ചാലിന്ന് പറ്റിച്ച് കണ്ടൊക്കെ ഇതെല്ലാം ചാരി വന്നിറങ്ങും. തൂമ്പ് അതിൽ നിന്ന് ചാഴി വരും, ഒരു കൊട്ട പോലത്തെ കൂട് വരും. തൊലി ഇരിച്ചിട്ട് ഇത് കറി വെച്ചാൽ ഇത് കൂടുതലും ഷാപ്പിൽ മാത്രമല്ല, ഇത് നല്ല മരുന്നാണ്.